Hello guys, welcome back to my channel. It's me, your Leben's vlog. ഇക്കിളിപ്പെടുന്ന പിക്കിളുകൾ അഥവാ അച്ചാറുകൾ സീരീസാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വെച്ച് ആദ്യം ബീഫ് ഇതേപോലെ സ്മോൾ പീസസ് ആക്കി കട്ട് ചെയ്യണം. നല്ല സ്മോൾ പീസസ് ആക്കി കട്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത്യാവശ്യത്തിൽ കൂടുതൽ കുറച്ച് നല്ലോണം തന്നെ നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം വളരെ ചെറിയ അതായത് ലോ ഫ്ലെയിമിലിട്ട് ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് മൊരിച്ചെടുക്കുക ഇതിനെ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി ഇതേപോലെ തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ടൊക്കെ കൊടുക്കാം. അപ്പോൾ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതേ എണ്ണയിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിൻ്റെ പേസ്റ്റും പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ പച്ചമുളക് വെളുത്തുള്ളിയും ഇഞ്ചിനൊക്കെ പച്ചമണം മാറിയാൽ അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും പിന്നെ അതിലേക്ക് മുളക് പൊടി വേണം ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് ഇളക്കി കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വറ്റൽമുളക് ജ്യൂസിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ബീഫ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 4 to 5 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വിനാഗിരി കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്ന് വെച്ച് എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് അതിലേക്ക് ലാസ്റ്റായിട്ട് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഇളക്കി കൊടുക്കുക. 1 ടീസ്പൂണോളം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാവും. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ സ്വയംഭൻ ബീഫ് അച്ചാർ റെഡി. മുന്തിരിക്ക് ഇരിക്കുന്നതോറും വീണ് കൂടുന്നു പറയുന്ന പോലെയാണ് ബീഫ് അച്ചാറിൻ്റെ അവസ്ഥ. ഇരിക്കുന്നോറും പവർ കൂടും. പക്ഷെ അതുവരെ നിങ്ങളുടെ കൺപോളകൾക്ക് മുൻ തുറന്നിരിക്കുകയില്ല എന്ന വാസ്തവം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.